ഹായ് ഓൾ, വെൽക്കം ടു ഇന്ത്യ മജിസ്റ്റർ. 2022 പ്രിലിംസിന് ചോദിക്കാൻ സാധ്യതയുള്ള ധാരാളം പ്ലേസസും ധാരാളം സീ ലേക്സ് അതിൻ്റെ ലൊക്കേഷൻസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാപ്പ് ബേസിസ് അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ധാരാളം ആസ്പിറൻസ് പുതിയൊരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള മാപ്പ് സ്റ്റഡിയുടെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു ക്ലാസ് ചെയ്യുന്നത്. UPSC കഴിഞ്ഞ വർഷങ്ങളിൽ മാപ്പ് ബേസിസിൽ അല്ലെങ്കിൽ ലൊക്കേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ സിയാച്ചിൻ ഗ്ലേസിയറിൻ്റെ ലൊക്കേഷൻ, അല്ലെങ്കിൽ ഗൾഫ് ഓഫ് റിഗയുടെ ലൊക്കേഷൻ, അല്ലെങ്കിൽ ഇനി ഇപ്പോൾ നോർഡിക് നേഷൻസിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ കൺട്രീസ് ഏതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് മാപ്പ് ബേസിസിൽ ധാരാളം ചോദ്യങ്ങൾ ജോഗ്രഫി പാർട്ടിൽ നിന്നും UPSC ചോദിക്കാറുണ്ട്. സോ അതുകൊണ്ട് ഈ ഒരു പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് ഇവൻറ്റ്സുമായി ബന്ധപ്പെട്ട ധാരാളം രാജ്യങ്ങളുടെ ധാരാളം സീകൾ അല്ലെങ്കിൽ ധാരാളം ഓഷൻസിൻ്റെയൊക്കെ ലൊക്കേഷൻ, അതുമായി ബന്ധപ്പെട്ട മറ്റുള്ള ക്യാരക്ടറിസ്റ്റിക്സ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാപ്പ് ബേസ് അനാലിസിസ് സ്റ്റഡിയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൂടി പരിഗണിക്കുക. സോ ദിസ് വിൽ ബി ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ മാപ്പ് ബേസ് അനാലിസിസ് സ്റ്റഡി. സോ നമുക്ക് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലേക്കും അനാലിസിസിലേക്കും പോകാം. സോ വേൾഡ് ആൻഡ് ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട മാപ്പിംഗ് ഷോർട്ട് മാപ്പിംഗ് ടോപ്പിക്കുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഓൺ ദ ബേസിസ് ഓഫ് മാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ധാരാളം കറണ്ട് ഇവൻറ്റ്സുകളും കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളും ആണ് ഈ ഒരു സെഷനിൽ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. സോ ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് നോർവേ കാണാം നിങ്ങൾക്കിവിടെ, സ്വീഡൻ കാണാം നിങ്ങൾക്കിവിടെ, ആൻഡ് ഫിൻലാൻഡ് കാണാം, ആൻഡ് ദിസ് ഈസ് ഐസ്ലാൻഡ്. സോ ദർ ഇസ് ഫറോ ഐലൻഡ്സ് ആർ ആൾസോ ഹിയർ. സോ ദീസ് ആർ നോർഡിക് കൺട്രീസ്. ഇത് നോർഡിക് രാജ്യങ്ങളാണ്. ഓക്കെ, നോർഡിക് കൺട്രീസ്. ഇപ്പോൾ എന്തുകൊണ്ട് നമ്മൾ നോർഡിക് കൺട്രീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി ഹാഡ് വിസിറ്റഡ് ദീസ് പ്ലേസസ് ഇൻ ദ പ്രീവിയസ് ഇയർ. അപ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ പ്രൈം മിനിസ്റ്റർ ഈ രാജ്യങ്ങളെയൊക്കെ വിസിറ്റ് ചെയ്യുകയും ഇന്ത്യയുമായിട്ട് ധാരാളം തരത്തിലുള്ള എഗ്രിമെൻറ്റ്സുകളൊക്കെ സൈൻ ചെയ്യുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ UPSC വേൾഡ് ജോഗ്രഫി ബേസിസിൽ ഈ ഐലൻഡ്സ്, ഈ റീജിയൻസുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിക്കാം. സോ അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, നോർഡിക് കൺട്രീസ് എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? ഓക്കെ, സോ ഇപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ എബോവ് കൺട്രീസ് ആർ നോർഡിക് കൺട്രീസ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് നോർഡിക് കൺട്രീസിനകത്ത് ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് അറിയണം. നോർവേ ഈസ് എ നോർഡിക് കൺട്രി. ഓക്കെ, നോർവേ ഒരു നോർഡിക് രാജ്യമാണ്. അതുപോലെ സ്വീഡൻ ഈസ് എ നോർഡിക് കൺട്രി. ഓക്കെ, നോർഡിക് നേഷൻ. ആൻഡ് ഡെൻമാർക്ക്, അനദർ വൺ ഈസ് ഡെൻമാർക്ക്. ഓക്കെ, ആൻഡ് ഗ്രീൻലാൻഡ്. ഓക്കെ, ഐസ്ലാൻഡ്, ഫിൻലാൻഡ് ആൻഡ് ഫറോ ഐലൻഡ്. സോ ഇതൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്? നോർഡിക് നേഷൻസ് എന്നറിയപ്പെടുന്ന സ്ഥലങ്ങളാണ്. ഓക്കെ, അപ്പോൾ നോർഡിക് നേഷൻസ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ഇവിടെ സ്വീഡൻ കാണാം, ഓക്കെ, ഫിൻലാൻഡ് കാണാം, നോർവേ കാണാം, ഐസ്ലാൻഡ് കാണാം, ഫറോ ഐലൻഡ് കാണാം. ഇത് കൂടാതെ ഗ്രീൻലാൻഡ് ഉണ്ട്. സോ ഗ്രീൻലാൻഡ് കുറച്ചുകൂടെ നോർത്തിലേക്കാണ്. ഓക്കെ, വൈറ്റ് പാച്ചായിട്ട് കാണപ്പെടുന്നതാണ് ഗ്രീൻലാൻഡ്. നെക്സ്റ്റ് അതുപോലെ ഐസ്ലാൻഡ് ഉണ്ട്, ഐസ്ലാൻഡ്. ഓക്കെ, ഫിൻലാൻഡ് നമുക്കിവിടെ കാണാം. ഓക്കെ, സോ ഡെൻമാർക്ക് ഉണ്ട്. ഇത് ഡെൻമാർക്ക് ഈസ് ഇൻ ദ സദേൺ പോർഷൻ ഓഫ് ഫറോ ഐലൻഡ്. ഫറോ ഐലൻഡിൻ്റെ സൗത്തിൽ നമുക്ക്, സൗത്ത് ഓഫ് ഫറോ ഐലൻഡ് ഇറ്റ് ഈസ് ഡെൻമാർക്ക്. ഓക്കെ, ഫറോ ഐലൻഡിൻ്റെ സൗത്തിൽ നമുക്ക് എന്ത് കാണാം? ഡെൻമാർക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഡെൻമാർക്ക് കാണാനായിട്ട് സാധിക്കും. പോട്ടെ, അപ്പോൾ ഈ പറയുന്ന റീജിയൻസ് നോർഡിക് രാജ്യങ്ങളാണ് എന്നറിഞ്ഞിരിക്കാം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് വിൽ ബി എ ക്വസ്റ്റ്യൻ വുഡ് ബി ആസ്ക്ഡ് ബൈ UPSC. സോ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഈ രാജ്യങ്ങളുടെ പേര് വെച്ചിട്ട് എന്ത് ചെയ്യാം? UPSC ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കാരണം പ്രൈം മിനിസ്റ്റർ ഹാഡ് വിസിറ്റഡ് ദീസ് റീജിയൻസ്. ഓക്കെ, ഇതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിസ് ഇസ് ആൾസോ നോർഡിക് റീജിയൻസ്. ഓക്കെ, നോർഡിക് കൺട്രീസിനെ കാണിക്കുന്ന ഒരു മാപ്പ് തന്നെയാണിത്. കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ള ഒരു മാപ്പാണ്. ഓക്കെ, വി ക്യാൻ സി ഐസ്ലാൻഡ്, നോർവേ, ഡെൻമാർക്ക്, സ്വീഡൻ ആൻഡ് ഫിൻലാൻഡ് ഹിയർ. ആൾസോ ഹിയർ ഈസ് ദ ഫറോ ഐലൻഡ്. ഫറോ ഐലൻഡ് ഓർത്ത് വെക്കണം, ഫറോ ഐലൻഡ് ഉണ്ട്. ആൻഡ് നോർത്തിലേക്ക് പോയാൽ ദിസ് ഇസ് വേർ ഇസ് ഗ്രീൻലാൻഡ്, കുറച്ചുകൂടെ നോർത്തിലേക്ക് ഗ്രീൻലാൻഡ് ഉണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് ആൾസോ എ മാപ്പ് ഷോയിങ് ദാറ്റ്. ഇപ്പോൾ എന്താണ് നോർഡിക് കൺട്രീസ്? ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളോട് നമുക്ക് നോക്കാം. ആർ എ ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ഇൻ നോർത്തേൺ യൂറോപ്പ്. നോർത്തേൺ യൂറോപ്പിലുള്ള
ഒരു കൂട്ടം രാജ്യങ്ങളെയാണ് നമ്മൾ നോർഡിക് രാജ്യങ്ങൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, നോർത്തേൺ യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്ന 5 കൺട്രീസ് ആർ മെയിൻലി പാർട്ട് ഓഫ് നോർഡിക് കൺട്രീസ്. നോർഡിക് കൺട്രീസ് എന്നറിയപ്പെടുന്നത് പ്രധാനമായിട്ടും 5 രാജ്യങ്ങളാണ്. ഓക്കെ, ഡെൻമാർക്ക്, സ്വീഡൻ, നോർവേ, ഫിൻലാൻഡ് ആൻഡ് ഐസ്ലാൻഡ്. ഓക്കെ, സോ ആരൊക്കെ വരുന്നുണ്ട്? ഡെൻമാർക്ക് ഉണ്ട്, സ്വീഡൻ, നോർവേ, ഫിൻലാൻഡ്, ഐസ്ലാൻഡ്. നമ്മൾ ഓൾറെഡി അത് നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഇത് ഓർത്ത് വെക്കാം. പ്രധാനപ്പെട്ട നോർഡിക് കൺട്രീസിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? നോർത്തേൺ യൂറോപ്പിലാണ്. ഓക്കെ, നോർത്തേൺ യൂറോപ്പിലാണ്. ആൻഡ് ഡെൻമാർക്ക്, സ്വീഡൻ ആൻഡ് നോർവേ ആർ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കീസ്. അപ്പോൾ ഇതിനകത്തൊരു ചോദ്യം, ഇതെന്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ആയിട്ടുള്ള നോർഡിക് കൺട്രീസ് ഏതാണെന്ന് ചോദിച്ചാൽ, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയും പാർലമെന്ററി ഡെമോക്രസിയും ഉള്ളത് എവിടെയാണ്? ഡെൻമാർക്കിലും സ്വീഡനിലും നോർവേയിലുമാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം നോക്കുകയാണ്. ഡെൻമാർക്ക്, സ്വീഡൻ ആൻഡ് നോർവേ are constitutional monarchies and parliamentary democracies. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ഫോളോ ചെയ്യുന്നതും പാർലമെന്ററി ഡെമോക്രസി ഫോളോ ചെയ്യുന്നതുമായിട്ടുള്ള 3 രാജ്യങ്ങളാണ് നോർഡിക്കിൽ വരുന്ന ഡെൻമാർക്ക്, സ്വീഡൻ, നോർവേ. ആൻഡ് ഫിൻലാൻഡ് ആൻഡ് ഐസ്ലാൻഡ് ആർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്സ്. ഓക്കെ, ഇപ്പോൾ ഫിൻലാൻഡും അതുപോലെ ഐസ്ലാൻഡും എങ്ങനെയുള്ള രാജ്യങ്ങളാണ്? ഫിൻലാൻഡ് ആൻഡ് ഐസ്ലാൻഡ് ആർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്സ്. സോ ദേ ആർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്സ്. ഓക്കെ, ഡെമോക്രസി ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ടുള്ള രാജ്യങ്ങളാണ് ഫിൻലാൻഡ് ആൻഡ് ഐസ്ലാൻഡ്. ഐസ്ലാൻഡ്സ് പാർലമെന്റ് ആൾത്തിങ് ഇസ് ദ ഓൾഡസ്റ്റ് പാർലമെന്റ് ഇൻ ദ വേൾഡ്. സോ ഇതൊരു റെയർ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, സോ അപ്പോൾ ഇതൊന്ന് ഓർത്തു വെക്കാം. ഐസ്ലാൻഡിന്റെ നോർഡിക് നേഷൻ ആയിട്ടുള്ള ഐസ്ലാൻഡിന്റെ പാർലമെന്റ് ആൾത്തിങ് എന്നറിയപ്പെടുന്ന പാർലമെന്റ് ആണ് ഓൾഡസ്റ്റ് പാർലമെന്റ് ഇൻ ദ വേൾഡ്. സ്വീഡൻ ഈസ് ദ ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് പോപ്പുലസ് നോർഡിക് കൺട്രീസ്. ഇപ്പോൾ സ്വീഡൻ നോർഡിക് കൺട്രികളിൽ ഏറ്റവും പഴക്കം ചെന്ന രാജ്യം എന്നറിയപ്പെടുന്ന ഏറ്റവും ലാർജസ്റ്റ് പോപ്പുലേഷൻ ഉള്ള അല്ലെങ്കിൽ ഏറ്റവും ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് പോപ്പുലസ്, ഏറ്റവും വലുതും ഏറ്റവും ലാർജസ്റ്റുമായിട്ടുള്ള രാജ്യം സ്വീഡനാണ്. സോ നമുക്കിവിടെ കാണാം, സ്വീഡനാണ് ഏറ്റവും കൂടുതൽ വലിയ അല്ലെങ്കിൽ ഏറ്റവും ലാർജ് ഏരിയ ഉള്ള ഒരു രാജ്യവും ആരാണ്? സ്വീഡനാണ് അല്ലേ. സോ ആൻഡ് ഐസ്ലാൻഡ് ഈസ് ദ ലീസ്റ്റ് പോപ്പുലസ് ആൻഡ് ഡെൻമാർക്ക് ഈസ് ദ സ്മോളസ്റ്റ് അല്ലേ. നമുക്ക് ഈ മാപ്പിൽ നോക്കിയാൽ അറിയാം, ഏറ്റവും ചെറുതാരാണ്? ഡെൻമാർക്കാണ്. ഓക്കെ, ഡെൻമാർക്ക് ഈസ് ദ സ്മോളസ്റ്റ്. ഏറ്റവും ചെറുത് ഡെൻമാർക്കാണ്. ത്രൂ ദ മാപ്പ് യു ഹാവ് ടു മെമ്മറൈസ് ഇറ്റ്. ആൻഡ് ഐസ്ലാൻഡ് എന്താണ്? ഐസ്ലാൻഡ് ഏറ്റവും ലീസ്റ്റ് പോപ്പുലസ് ആണ്. പോപ്പുലേഷൻ ഏറ്റവും കുറവുള്ള നോർഡിക് രാജ്യം ഏതാണെന്ന് വെച്ചാൽ അത് ഐസ്ലാൻഡ് ആണ്. ഓക്കെ, സോ നമ്മൾ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോർഡിക് നേഷനെ കുറിച്ച് നോക്കിയത്. മാപ്പിന്റെ ബേസിസിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം അല്ലെ. നോർത്തേൺ യൂറോപ്പിലാണ്. ഓക്കെ, നോർത്തേൺ യൂറോപ്പിലാണ്. ആൻഡ് ആൾസോ നമ്മൾ പറഞ്ഞു എന്താണ്? ഫിൻലാൻഡ്, ഇതിനകത്ത് വരുന്ന 3 രാജ്യങ്ങൾ ഡെൻമാർക്ക്, സ്വീഡൻ ആൻഡ് നോർവേ. ഡെൻമാർക്ക്, സ്വീഡൻ ആൻഡ് നോർവേ ദേ ആർ പാർലമെന്ററി ഡെമോക്രസി ഉള്ള രാജ്യങ്ങളാണ്. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയുമാണ്. ഓക്കെ, ആൻഡ് അത് നമ്മൾ പറഞ്ഞു ഐസ്ലാൻഡും ഫിൻലാൻഡും എങ്ങനെയാണ്? ഫിൻലാൻഡ് ആൻഡ് ഐസ്ലാൻഡ് ആർ റിപ്പബ്ലിക്സ് ആണ്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്സ് ആണ്. ഐസ്ലാൻഡിന്റെ പാർലമെന്റ് ഉണ്ടല്ലോ, ആൾത്തിങ് എന്ന ഐസ്ലാൻഡിന്റെ പാർലമെന്റ് പേര് അല്ലെ. ഐസ്ലാൻഡിന്റെ പാർലമെന്റ് പേര് ആൾത്തിങ് എന്നാണ്. സോ ആൾത്തിങ് എന്ന് പറയുന്നത് ഓൾഡസ്റ്റ് പാർലമെന്റ് ഇൻ ദ വേൾഡ് ആണ്. ഓക്കെ, ഓൾഡസ്റ്റ് പാർലമെന്റ് ഇൻ ദ വേൾഡ്. ഓക്കെ, സോ മൂവിങ് ഹിയർ വി ക്യാൻ സീ another type of characteristics beyond this. സോ ഇതിനകത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നോക്കുക, ഈ നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ് ഈ 3 പ്രദേശങ്ങളിനകത്ത് ഈ 3 പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ, അതായത് ഈ നോർഡിക് നേഷൻസിലെ ഏറ്റവും കൂടുതൽ ഫിൻലാൻഡ് ആരുമായിട്ട് ബൗണ്ടറി പങ്കിടുന്നുണ്ട്? റഷ്യൻ ഫെഡറേഷനോ റഷ്യയുമായിട്ട് ബൗണ്ടറി പങ്കിടും. സോ ദ ഫിൻലാൻഡ് ഷെയർ ലാർജർ ബൗണ്ടറി വിത്ത് റഷ്യ. സോ യുക്രൈൻ റഷ്യ ഇഷ്യൂസ് ഒക്കെ കുറേ കാലഘട്ടങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. ദർ മേ ബി എ ചാൻസ് ഓഫ് ആസ്കിങ് ദ ബൗണ്ടറീസ് ഓഫ് റഷ്യ. സോ ഫിൻലാൻഡ് ഷെയർ ലാർജ് ബൗണ്ടറീസ് വിത്ത് റഷ്യ. ഇപ്പോൾ നോർഡിക് നേഷൻസിൽ ഏറ്റവും കൂടുതൽ റഷ്യയുമായിട്ട് ബൗണ്ടറി പങ്കിടുന്ന രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? ഫിൻലാൻഡ് ആണ്. ഓക്കെ, സോ ഫിൻലാൻഡ് ആണ് ഏറ്റവും കൂടുതൽ എന്ത് പങ്കിടുന്നത്? ബൗണ്ടറി പങ്കിടുന്നതായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് മാപ്പ്, if in this map you can see there is a Gulf of Bothnia. Okay, this is recently in news related to the travel of നരേന്ദ്ര മോദി. ഓക്കെ, റീസെൻ്റ്ലി ന്യൂസിൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗൾഫ് ഓഫ് ബോത്നിയ, നിങ്ങൾ ഗൾഫ് ഓഫ് ബോത്നിയയെ കുറിച്ച് ഓർത്ത് നോക്കണം. ഈ ബോത്നിയയുടെ പ്രത്യേകത എന്താ? ബോത്നിയ UPSC ചോദിക്കുക, ബോത്നിയ ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിൽ കാണപ്പെടുന്നു? ഓക്കെ, ഇൻ ബിറ്റ്വീൻ സ്വീഡൻ ആൻഡ് ഫിൻലാൻഡ്. ഓക്കെ, ബോത്നിയ കാണപ്പെടുന്നത് സ്വീഡനും ഫിൻലാൻഡും ഇടയ്ക്കാണ്. ഓക്കെ, സ്വീഡൻ ആൻഡ് ഫിൻലാൻഡ് യു ക്യാൻ സീ ഹിയർ.
ആൻഡ് നോക്കുക നെക്സ്റ്റ് വാസ് ഗൾഫ് ഓഫ് ഫാക്ലാൻഡ്. ഗൾഫ് ഓഫ് ഫാക്ലാൻഡ്. ഗൾഫ് ഓഫ് ഫാക്ലാൻഡ് എവിടെ കാണപ്പെടുന്നു നോക്കാം. ഗൾഫ് ഓഫ് ഫാക്ലാൻഡ്, സോറി, ഗൾഫ് ഓഫ് ഫിൻലാൻഡ്. സോ ഗൾഫ് ഓഫ് ഫിൻലാൻഡ് ഇൻ ബിറ്റ്വീൻ ഫിൻലാൻഡ്, ആ ഫിൻലാൻഡിനും എസ്റ്റോണിയയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. എസ്റ്റോണിയ, ഗൾഫ് ഓഫ് ഫിൻലാൻഡ്. ഓക്കെ. സോ നെക്സ്റ്റ് നമ്മൾ ഇവിടെ ഒരു സാധനം ഉണ്ട്, ഗൾഫ് ഓഫ് റിഗ. ഗൾഫ് ഓഫ് റിഗ. ഓക്കെ. ഗൾഫ് ഓഫ് റിഗ ഇൻ ബിറ്റ്വീൻ ദി എസ്റ്റോണിയ, ലാറ്റ്വിയ, ലിത്വാനിയ അല്ലേ. അപ്പോൾ ഈ ഗൾഫ് ഓഫ് ഈ 3 ഗൾഫുകൾ പഠിച്ചു വെക്കാം. ഗൾഫ് ഓഫ് ബോത്നിയ ഇൻ ബിറ്റ്വീൻ സ്വീഡൻ ആൻഡ് ഫിൻലാൻഡ്, ഗൾഫ് ഓഫ് ഫിൻലാൻഡ് ബിറ്റ്വീൻ ഫിൻലാൻഡ് ആൻഡ് എസ്റ്റോണിയ, ഗൾഫ് ഓഫ് റിഗ ബിറ്റ്വീൻ എസ്റ്റോണിയ, ലാറ്റ്വിയ ആൻഡ് ലിത്വാനിയ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പോയിന്റ് ഓർത്തു വെക്കണം. ഗൾഫ് ഓഫ് ബോത്നിയ, ഗൾഫ് ഓഫ് ഫിൻലാൻഡ് ആൻഡ് ഗൾഫ് ഓഫ് റിഗ. അപ്പോൾ ഗൾഫ് ഓഫ് ബോത്നിയ സ്വീഡനും ഫിൻലാൻഡിനും ഇടയിലാണ്. ഗൾഫ് ഓഫ് ഫിൻലാൻഡ് എസ്റ്റോണിയയ്ക്കും ഫിൻലാൻഡിനും ഇടയിലാണ്. ഗൾഫ് ഓഫ് റിഗ ലാറ്റ്വിയ എസ്റ്റോണിയയ്ക്കും ഇടയിലാണ്. ലാറ്റ്വിയ, എസ്റ്റോണിയ ആൻഡ് ലിത്വാനിയ. ലിത്വാനിയ, ലാറ്റ്വിയ ആൻഡ് എസ്റ്റോണിയ. സോ മെയിൻലി ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ്, ഗൾഫ് ഓഫ് റിഗ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ബിറ്റ്വീൻ എസ്റ്റോണിയ ആൻഡ് ലാറ്റ്വിയ. ഇത് ലാറ്റ്വിയ ആണ്, ഇത് എസ്റ്റോണിയയാണ്. എസ്റ്റോണിയയ്ക്കും ലാറ്റ്വിയയുമായിട്ടാണ് പ്രധാനമായിട്ടും ഗൾഫ് ഓഫ് റിഗ എന്ത് ചെയ്യുന്നത്, കാണപ്പെടുന്നത്. ഓക്കെ. സോ mainly Estonia and Lithuania, Latvia. Okay, Latvia. Okay, these 3 are important. Okay, moving on to the next. So we have to discuss also about an important sea in this region, that is the Baltic Sea. Okay, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീയെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യണം. അതിൻ്റെ പേരെന്താണ്? ബാൾട്ടിക് സീ എന്നാണ്. ഓക്കെ, ബാൾട്ടിക് സീ. സോ ബാൾട്ടിക് സീ is situated in the south of Scandinavian countries. South of Scandinavian countries. സ്കാനഡേവിയൻ രാജ്യങ്ങളുടെ തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന കടലാണേത്, ബാൾട്ടിക് സീ. അപ്പോൾ സ്കാനഡേവിയൻ കൺട്രീസിനകത്ത് ഏതൊക്കെയാണ് സ്കാനഡേവിയൻ കൺട്രീസ് എന്ന് കൂടി ഓർത്ത് നോക്കാം. സ്കാനഡേവിയൻ കൺട്രീസ് ഇൻക്ലൂഡ് നോർവേ, സ്വീഡൻ ആൻഡ് ഡെൻമാർക്ക്. നോർവേയും സ്വീഡനും ഡെൻമാർക്കും ഉൾപ്പെടുന്നതാണ് എന്ത്, സ്കാനഡേവിയൻ കൺട്രീസ്. ആ സ്കാനഡേവിയൻ കൺട്രീസിന്റെ സദേൺ പോർഷനിലേക്ക് കാണപ്പെടുന്നതാണ് എന്ത്, ബാൾട്ടിക് സീ. ഓക്കെ, സ്കാനഡേവിയൻ രാജ്യങ്ങളുടെ സദേൺ പോർഷനിൽ കാണപ്പെടുന്നതാണ് ഏത്, ബാൾട്ടിക് സീ. Okay, so Baltic Sea is also important. Baltic Sea consists of the Gulf of Finland and Gulf of Riga. നമ്മൾ നേരത്തെ പറഞ്ഞ Gulf of Finland, Gulf of Riga and Gulf of Bothnia can be found in Baltic Sea. Okay, Baltic countries include ആരൊക്കെ Baltic countries പ്രധാനപ്പെട്ട രാജ്യങ്ങൾ? It includes Estonia, Latvia, Lithuania. Okay, but these are the major countries which we can found in Baltic. This is Lithuania, Latvia, Estonia. Okay, so the Baltic Sea consists of Gulf of Finland, Gulf of Bothnia and Gulf of Riga. Okay, so Baltic Sea, which is, where is the location of Baltic Sea? If UPSC will ask a question like this, what is the location of Baltic Sea? South of Scandinavian countries, north of Scandinavian countries, or south of Nordic countries, or northern portion of Nordic countries? The current location of Baltic Sea is south of Scandinavian countries. Okay, that is south of Sweden, south of Norway and south of Denmark. So the Baltic countries which are surrounding by Poland here, Lithuania, Latvia, Estonia here, and in the northern portion of the Baltic Sea consists of the Sweden, consists of the Finland. Okay, so the Baltic Sea is important because it is situated in the south of Scandinavian country. So it is also known as the arm of Atlantic Ocean. Okay, arm of Atlantic Ocean. So there's a term which is related to Baltic Sea. It is the arm of Atlantic Sea. Atlantic Sea arm എന്നറിയപ്പെടുന്നു. So it was enclosed by the countries such as നമ്മൾ പറഞ്ഞു, countries such as Denmark, Estonia, Finland, Germany, Latvia, Lithuania, Poland, Russia and Sweden. So this is a very large sea which consists of so many such type of things. That is arm of Atlantic Sea, which was surrounded by Denmark, Estonia, surrounded by Finland, surrounded by Germany, Latvia, Lithuania, Poland, Russia and Sweden. So another important thing which we have to know about the recent news that there have been so many artificial waterways connecting the Baltic Sea with the North Sea and the White Sea. So North Seaയും White Seaയും തമ്മിൽ, White Seaയും North Seaയും Baltic Seaയുമായി കണക്ട് ചെയ്യുന്ന so many artificial waterways നമുക്ക് കാണാൻ സാധിക്കും. So here there is a waterway which is connecting White Sea with the Baltic Sea. Okay, through some rivers. Noka, through Ziver River, Neva River,
and this canal is known as White Sea Baltic Sea Canal. Okay, so it is connecting White Sea and Black Sea. So there is a connection by White Sea and Black Sea via White Sea Baltic Sea Canal. So this is very important because a line which is connecting from here to here, you can see that here to here. Okay, so this is very important. A line which is connecting from here to here, from the White Sea to the Baltic Sea, from the White Sea to the Baltic Sea. Baltic Seaയും White Seaയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർ വേ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, this from here to here. So this is important. And another thing which we have to know that another thing which connecting White Sea, Baltic Sea and North Sea. So North Seaയും അതുപോലെ ബാൾട്ടിക് സീയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർ വേ കൂടി ഉണ്ട്. ഓക്കെ, ദിസ് ഈസ് ഫ്ലോയിങ് ത്രൂ ഫിൻലാൻഡ് അല്ലേ, ദിസ് ഈസ് ആൾസോ ഫ്ലോയിങ് ത്രൂ ഫിൻലാൻഡ്, ദിസ് ഈസ് ഫിൻലാൻഡ്. ഓക്കെ, സോ ഫിൻലാൻഡിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ആൻഡ് ആൾസോ ത്രൂ റഷ്യ. So this canal is going through Russia, Finland. Okay, so here there is an important point. Okay, Russia have a connection through the land by White Sea and Baltic Sea. So moving on to the next. Okay, this map already also shows about North Sea. Okay, here is North Sea and here is Baltic Sea. So there is a line, there is a waterway which is connecting the North Sea with the Baltic Sea through German Bight via Kiel Canal. So here Germany, connection through Germany, Baltic Sea. Okay, there is a connection through North Sea to Germany. Okay, this is connecting through the German Bight. That is a region called Kiel Canal. Okay, a thing called Kiel Canal. But Kiel Canal വഴി, okay, Kiel Canal വഴി നോർത്ത് സീ ആരുമായിട്ട് കണക്ട് ചെയ്യുന്നു? നമ്മുടെ ബാൾട്ടിക് സീ ആയിട്ട് കണക്ട് ചെയ്യുന്നു വയ ജർമ്മൻ. ആര് വഴിയാണ്? ജർമ്മനി വഴിയാണ് കണക്ഷൻ പോകുന്നതെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ്. സോ വി ആർ അനദർ തിങ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് അബൌട്ട് ദ ആർട്ടിക് റീജിയൻ. Another thing you have to put in your mind is about the Nordic Council. So UPSC had already asked about Arctic councils, another type of councils in those regions. So we have to know about what is a Nordic Council. എന്താണ് Nordic Council എന്ന് അറിയണം. So it is an official body which facilitates inter-parliamentary cooperation between Nordic nations. So it is an inter-parliamentary body. Okay, it is an inter-parliamentary body. Okay, ഒരു inter-parliamentary body ആണ്. Okay, it is an inter-parliamentary body. Cooperation between Nordic nations like Sweden, Denmark, Finland, Norway and Iceland. അത് നമുക്കറിയാം, Nordic nations നമ്മൾ പറഞ്ഞു. Its headquarters is at Copenhagen. എവിടെയാണ് Copenhagen? Denmark. Okay, Copenhagen, Denmark. അത് കൂടി എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്കാം. Okay, Copenhagen, Denmark. So next, moving on to the Arctic region. So we can see here Arctic region. There is a news about India's expedition into the Arctic region just recently. So we know that this is the Arctic region which consists of the northern European portion, the US portion, mainly the Alaska portion, the 66-degree Arctic Circle. So 66-degree Arctic Circle is very important. 66-degree Arctic Circle, this is 0 degree and this is 23.5 degree and this is 66 degree. So we know that this is 66.5 degree north. Okay, this is Arctic Circle. So Arctic Circle, in Arctic Circle the India government established IND-ARC. So what is IND-ARC? IND-ARC is the first underwater mode observatory in the Arctic nations. So India's first underwater observatory at Arctic. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർവാട്ടർ ഒബ്സർവേറ്ററി, ആർട്ടിക്കൽ അണ്ടർവാട്ടർ ഒബ്സർവേറ്ററി ആണ് നമ്മൾ IND-ARC എന്ന് വിളിക്കാം. ഇറ്റ് വാസ് ഡിപ്ലോയ്ഡ് അറ്റ് 2014 അറ്റ് ഫ്യോർഡ് സ്വെലൽബാദ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. സ്വെലൽബാദ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. ബിറ്റ്വീൻ നോർവേ ആൻഡ് നോർത്ത് പോൾ, നോർവേക്കും നോർത്ത് പോളിനും ഇടയിലാണ്. ഓക്കെ, അപ്പോൾ ഈ
ഒരു സ്ഥലം സെവൽബാദ് എന്ന് പറയുന്ന സ്ഥലം, സെവൽബാദ് എന്ന് പറയുന്ന സ്ഥലം, സെവൽബാദ് എന്ന് പറയുന്ന സ്ഥലം is very important. So because so many important institutions or stations are found here. So Arctic regional ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള ഒരു എക്സ്പെഡിഷൻ, ഇന്ത്യസ് ഫസ്റ്റ് അണ്ടർ വാട്ടർ മൂഡ് ഒബ്സർവേറ്ററി, എവിടെ വരുന്നു? നമ്മൾ ആർട്ടിക് റീജിയനിൽ വരുന്നു. അത് മെയിൻലി ഇൻ ബിറ്റ്വീൻ നോർവേ ആൻഡ് നോർത്ത് പോൾ. എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? നോർവേ ആൻഡ് നോർത്ത് പോൾ. നോർവേക്കും നോർത്ത് പോളിനും ഇടയിലാണ് നമുക്ക് കാണാൻ സാധിക്കാം. ഓക്കെ, സോ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ടേം നമുക്ക് ഡിസ്കസ് ചെയ്യണം, ദാറ്റ് ഇസ് പേസർ. ഓക്കെ, പേസർ മീൻസ് ദ പോളാർ ആൻഡ് ക്രയോസ്ഫിയർ റിസർച്ച് നെയാണ് നമ്മൾ പേസർ എന്ന് വിളിക്കുക. ഇറ്റ് ഈസ് പോളാർ ആൻഡ് ക്രയോസ്ഫിയർ റിസർച്ച്. Polar and Cryosphere Research, which was also launched by India. Polar and Cryosphere Research. So it was encompasses 6 components. Okay, pacer നിങ്ങൾ ഓർത്തു വെക്കാം. pacer എന്ന് പറയുമ്പോൾ പേസറിന് എത്ര കമ്പോണൻസ് ഉണ്ട്? പ്രധാനമായിട്ട് 6 കമ്പോണൻസ് ഉണ്ട്. ഒന്ന് കൺസ്ട്രക്ഷൻ ഓഫ് പോളാർ റിസർച്ച് വെസൽ. ഒന്നാമത് കൺസ്ട്രക്ഷൻ ഓഫ് പോളാർ റിസർച്ച് വെസൽ. പോളാർ റിസർച്ച് വെസൽസ് കൺസ്ട്രക്ട് ചെയ്യാം. കൺസ്ട്രക്ഷൻ ഓഫ് തേർഡ് റിസർച്ച് ബേസ് ഇൻ അന്റാർട്ടിക്ക. അപ്പം അന്റാർട്ടിക്കയിൽ ഒരു മൂന്നാമത് റിസർച്ച് ബേസ് സ്റ്റാർട്ട് ചെയ്യാം. Third, Indian scientific endeavors in the Arctic. ഇന്ത്യയിൽ സയൻറ്റിസ്റ്റുകളെ സയൻറ്റിഫിക് എൻഡേവേഴ്സ് ആർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്യുക. പോളാർ എക്സ്പെഡീഷൻസ് ഇൻ അന്റാർട്ടിക്ക, സദേൺ ഓഷൻ എക്സ്പെഡിഷൻ. So it was implemented through National Center for Polar and Ocean Research, NCPOR, or National Center for Polar and Ocean Research ആണ് ഇതെന്ത് ചെയ്യുന്നത്? ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നാഷണൽ സെൻറ്റർ ഫോർ പോളാർ ആൻഡ് ഓഷൻ റിസർച്ച് ആണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യ ആദ്യമായിട്ട് ആർട്ടിക്കിൾ അണ്ടർഗ്രൗണ്ട് എവിടെയാണ് ഇട്ടത്? എവിടെയാണ് അണ്ടർഗ്രൗണ്ട് മൂഡ് ഒബ്സർവേറ്ററി സ്ഥാപിച്ചത്? സെവൽബാദിലാണ്. സോ സെവൽബാദ്, അക്കോർഡിംഗ് ടു സെവൽബാദ്, വാട്ട് ഇസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സെവൽബാദ്? സോ അതിലേക്ക് പോകാം. സെവൽബാദിന്റെ ഇമ്പോർട്ടൻസിലേക്ക് പോകുന്നതിന് മുമ്പ് അണ്ടർസ്റ്റാൻഡിംഗ് ദ ബയോജിയോ കെമിക്കൽ പ്രോസസ്സസ്, ദാറ്റ് ഈസ് ഫീൽഡ് ബേസ്ഡ് സ്റ്റഡീസ് വെർ കണ്ടക്ടഡ് ഇൻ ദ ലേക്സ് East Africa for understanding East Antarctica for understanding the biogeochemical process and supraglacial or surface glacial environments. Supraglacial or surface glacial environments is another important aspect of PACER program. In dark system, what is in dark system? It's a mooring system along with hydrophone system was successfully retrieved and deployed at Kongsford and Svalbard. നമ്മൾ പറഞ്ഞു സ്വാൽബാർഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ത്യ എന്ത് ചെയ്തു? ഒരു അണ്ടർ വാട്ടർ ഒബ്സർവേറ്ററി സ്ഥാപിച്ചു. ഓക്കെ, സോ നെക്സ്റ്റ് മൂവിങ് ഓൺ ടു അനദർ ടൈപ്പ് ഓഫ് ഇമ്പോർട്ടൻസ് അബൌട്ട് പേസർ പ്രോഗ്രാം. അപ്പോൾ ഈ ഒരു ഇൻഡാർക്ക് എന്ന് പറയുന്നതും എന്തുമായി ബന്ധപ്പെട്ടതാണ്? പേസർ സ്കീം ഓർ പേസർ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, പേസർ പ്രോഗ്രാം ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, നെക്സ്റ്റ് റിസർച്ച് സ്റ്റഡീസ് ഇൻ ഹിമാലയാസ് ഇസ് ആൾസോ റിലേറ്റഡ് ടു പേസർ പ്രോഗ്രാം. Glaciological field campaigns were carried out in 6 benchmark glaciers, Chandra Basin of Lahul Spiti region of Western Asia, and winter snow accumulation over the glaciers recorded snow pits and snow corners. അപ്പം ഈ പേസർ പ്രോഗ്രാം ആർട്ടിക്കും അന്റാർട്ടിക്കും മാത്രമല്ല, എവിടെയും പേസർ പ്രോഗ്രാമിന്റെ ഇംപ്ലിമെന്റേഷൻ ഉണ്ട്. റിസർച്ച് സ്റ്റഡീസ് ഇൻ ഹിമാലയാസ് ആൾസോ, മെയിൻ ഇൻ ദ Lahul Spiti region. Okay, Lahul Spiti region and automatic weather stations. The 2 automatic weather stations systems installed at the Baralachala Pass, a high elevation site in the Spiti region, strengthen infrastructure across the Chandra Basin. And Southern Ocean Exploration 11 Indian Southern Ocean Exploration was executed successfully. അപ്പോൾ ഇങ്ങനെ ആർട്ടിക് റീജിയൻസിൽ നിന്നും അന്റാർട്ടിക് റീജിയൻസ് ആൻഡ് ആൾസോ ഹിമാലയൻ റീജിയൻ. സോ UPSC will ask a statement that PACER program is also related to the implementation and research mechanisms in Himalayas, especially in the Lahul Spiti. So that statement is correct because PACER program also includes the Himalayan region. Okay. So moving on to next, we can see that there is an island. This island consists of the Svalbard. This island is the Svalbard. Okay, Svalbard. So it is under Norway. Okay, it is between Norway and North Pole. Okay, Svalbard is between Norway and North Pole. So there should be an Earth's doomsday vault. It is this Svalbard here is also known as Earth's doomsday vault. Earth's doomsday vault. Why is it like this? എന്തുകൊണ്ടാണ് ഇതിനെ ഡൂംസ്റ്റേ വാൾട്ട് എന്ന് വിളിക്കുന്നത്? ബിക്കോസ് ഡൂംസ്റ്റേ വാൾട്ട് എന്ന് വിളിക്കാൻ കാരണം ഇവിടെയാണ് വേൾഡ്സ് ഗ്ലോബൽ സീഡ് വോൾട്ട് കാണപ്പെടുന്നത്. ഓക്കെ, ഡൂംസ്റ്റേ വാൾട്ട് എന്ന് വിളിക്കാൻ കാരണം എന്താണ്? സോ ഹിയർ അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് അബൌട്ട് ദിസ്. എന്താണ് അടുത്ത ഇമ്പോർട്ടൻ്റ്? ഗ്ലോബൽ സീഡ് വോൾട്ട്. ഗ്ലോബൽ
സീഡ് വോൾട്ട് കാണപ്പെടുന്നത് സെവൽബാദിലാണ്. ഗ്ലോബൽ സീഡ് വോൾട്ട്. ഓക്കെ, അപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനമായിട്ട് സീഡ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്, ഈ നോർവേക്കും നോർത്ത് പോളിനും ഇടയിലുള്ള സെവൽബാദ് എന്ന് പറയുന്ന ഐലൻഡ്. ഓക്കെ, സ്പിറ്റ്സ്ബർജൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അതിനടുത്താണ് ഈ സെവൽബാദ് കാണപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഇറ്റ്സ് എ റിമോട്ട് ഐലൻഡ് ഇൻ ആർട്ടിക് ഓഷൻ. അതെന്താണ് ഈ സെവൽബാദ് എന്താണ്? ഇറ്റ് ഈസ് എ റിമോട്ട് ഐലൻഡ് ഇൻ ആർട്ടിക് ഓഷൻ. ആർട്ടിക് ഓഷനിലെ ഒരു റിമോട്ട് ഐലൻഡ് ആണ്. ഓക്കെ, സോ ആൻഡ് ഇറ്റ് ഈസ് എൻ ഐലൻഡ് ഓഫ് സ്പിറ്റ്സ്ബർജൻ. അതിന്റെ പ്രധാനപ്പെട്ട സ്ഥലം ഏതാണ്? സെവൽബാദിലുള്ള സ്പിറ്റ്സ്ബർജൻ ആണ്. ഓക്കെ, സ്പിറ്റ്സ്ബർജൻ. ഇറ്റ് ഹൗസസ് വേൾഡ്സ് ലാർജസ്റ്റ് കളക്ഷൻ ഓഫ് സീഡ്സ്. ലോകത്തിലെ ഏറ്റവും വലിയ വേൾഡ്സ് ലാർജസ്റ്റ് കളക്ഷൻ ഓഫ് സീഡ്സ്. ലോകത്തിലെ ഏറ്റവും വലിയ സീഡ് കളക്ഷൻ നമുക്ക് എവിടെ കാണാൻ സാധിക്കും? നമുക്ക് സെവൽബാദിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് വാസ് ഇന്ത്യ സീഡ് വോൾട്ട്. ഇന്ത്യസ് സീഡ് വോൾട്ടിനെ കുറിച്ച് പറയാം. അപ്പോൾ നമ്മൾ ഈ വേൾഡ് സീഡ് വോൾട്ടിനെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തിനെ കുറിച്ച് നമ്മൾ പറയേണ്ടി വരും? ഇന്ത്യ സീഡ് വോൾട്ടിനെ കുറിച്ച് പറയേണ്ടി വരും. സോ ഇന്ത്യ സീഡ് വോൾട്ട്. ഓക്കെ, ഇന്ത്യയുടെ സീഡ് വോൾട്ട് എവിടെയാണെന്ന് കൂടി നിങ്ങൾ ഓർത്ത് വെക്കാം. ഓക്കെ, ഇന്ത്യ സീഡ് വോൾട്ട്. ഓക്കെ, ഇന്ത്യ സീഡ് വോൾട്ട് എവിടെയാണ്? സോ ഇറ്റ്സ് എ സ്റ്റോറേജ് ഫെസിലിറ്റി ഓഫ് 5,000 സീഡ് അസെസൻസ്. ഇന്ത്യയിലെ സീഡ് വോൾട്ടിൽ എത്ര സീഡ്സ് ഉണ്ട്? 5,000 ടൈപ്സ് ഓഫ് സീഡ്സ് ഉണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഹിമാലയാസ്. ഹിമാലയാസ് ഒരു സ്ഥലമുണ്ട്, ചാംഗ്ല. ഓക്കെ, ചാംഗ്ല ഇൻ ഹിമാലയാസ്. ഹിമാലയാസിൽ എവിടെയാണ് കാണപ്പെടുന്നത്? ചാംഗ്ലയിലാണ് ഹിമാലയാസ്. ഓക്കെ, ചാംഗ്ല ഇൻ ഹിമാലയാസ് അറ്റ് എ ഹൈറ്റ് ഓഫ് 17,300 feet. 17,300 feet. സോ ഇത് ആരാണ് ഇത് നടത്തുന്നത്? ഈ ഇന്ത്യ സീഡ് വോൾട്ട് നടത്തുന്നത് ഇറ്റ് ഈസ് എ ജോയിന്റ് വെഞ്ചർ ബൈ രണ്ട് ഏജൻസീസ് ഉണ്ട്. ജോയിന്റ് വെഞ്ചർ ബൈ നാഷണൽ ബ്യൂറോ ഓഫ് പ്ലാന്റ് ജനറ്റിക് റിസോഴ്സസ്. അപ്പോൾ രണ്ട് ഏജൻസികളാണ് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ ഏജൻസിയുടെ പേര് നാഷണൽ ബ്യൂറോ ഓഫ് പ്ലാന്റ് ജനറ്റിക് റിസോഴ്സസ്. രണ്ടാമത്തെ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹൈ ആൾട്ടിറ്റ്യൂഡ് റിസർച്ച്. ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹൈ ആൾട്ടിറ്റ്യൂഡ് റിസർച്ച്. അപ്പോൾ ഈ രണ്ട് ഏജൻസികൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കണം. ഈ രണ്ട് ഏജൻസികൾ ആണ് എന്ത് നടത്തുന്നത്? ഇന്ത്യൻ സീഡ് വോൾട്ടിന്റെ നേതൃത്വം ഉള്ളത്. നാഷണൽ ബ്യൂറോ ഓഫ് പ്ലാന്റ് ജനറ്റിക് റിസോഴ്സസ്. ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹൈ ആൾട്ടിറ്റ്യൂഡ് റിസർച്ച്. ഓക്കെ, ഫൈൻ. അപ്പോൾ 5,000 സീറ്റ്സ് ഉണ്ട്. ചാംഗ്ല ഹിമാലയാസ് 17,300 feet. ജോയിന്റ് വെഞ്ചർ ആണ്. ഓക്കെ, ജോയിന്റ് വെഞ്ചർ ഓഫ് നാഷണൽ ബ്യൂറോ ഓഫ് പ്ലാന്റ് ജനറ്റിക് റിസോഴ്സസ്, ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹൈ ആൾട്ടിറ്റ്യൂഡ് റിസർച്ച്. ഈ രണ്ട് ഏജൻസികളാണ് നടത്തുന്നത്. ഓക്കെ, so that's all about India seed vault. Okay, moving on to that, this is a thermal map of world. So here we can see a type of water body here. So that water body in the Arctic regions are found recently. Okay, so recently in news, the environmental value of this type of water bodies in the Arctic regions are very much frequently used in the news. So here this type of water bodies are called a blue blob. Okay, blue blob. So why blue blob is important? So this map shows the blue blob. What is blue blob? It is found in the Arctic region. Arctic region ലാണ് നമുക്ക് എന്ത് കാണാൻ സാധിക്കുക? blue blob കാണാൻ സാധിക്കുക. And what is a recent theory or recent study says that it may help to temporarily stall the melting of Arctic sea ice. അപ്പോൾ Arctic sea ice കുറയ്ക്കാൻ, ആർട്ടിക് ഐസിന്റെ മെൽറ്റിംഗ് സ്ലോ ഡൗൺ ചെയ്യാൻ സഹായിക്കുന്ന സ്മോൾ ടൈപ്പ് ഓഫ് കോൾഡ് പാച്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഈ ആർട്ടിക് ബ്ലൂ ഗ്ലോബ് എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് ബിൻ ബിറ്റ്വീൻ, നമ്മൾ നേരത്തെ മാപ്പ് കണ്ടിരുന്നു, ഐസ്ലാൻഡ് ആൻഡ് ഗ്രീൻലാൻഡ്. എവിടെയാണ് ഇത് കാണുന്നത്? ഈ ബ്ലൂ ഗ്ലോബ് കാണുന്നത് ഐസ്ലാൻഡിനും ഗ്രീൻലാൻഡിനും ഇടയിലാണ്. ഇൻ ബിറ്റ്വീൻ ഐസ്ലാൻഡ് ആൻഡ് ഗ്രീൻലാൻഡ്. ഐസ്ലാൻഡിനും ഗ്രീൻലാൻഡിനും ഇടയിലാണ് എന്ത് കാണപ്പെടുന്നത്? ഈ പറയുന്ന ബ്ലൂ ഗ്ലോബ് കാണപ്പെടുന്നത്. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ഐസ്ലാൻഡ്
ആൻഡ് ഗ്രീൻലാൻഡ്. ഐസ്ലാൻഡ് ആൻഡ് ഗ്രീൻലാൻഡ്. ഐസ്ലാൻഡിനും ഗ്രീൻലാൻഡിനും ഇടയിലാണ് നമുക്ക് ബ്ലൂ ഗ്ലോബ് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, സോ എന്താണ് ബ്ലൂ ഗ്ലോബ്? ഇറ്റ് ഈസ് എ കോൾഡ് പാച്ച്. ഇറ്റ് ഈസ് എ കോൾഡ് പാച്ച് ലൊക്കേറ്റഡ് സൗത്ത് ഓഫ് ഐസ്ലാൻഡ് ആൻഡ് ഗ്രീൻലാൻഡ് ആൻഡ് ലിറ്റിൽ നോൺ അബൌട്ട് ഇറ്റ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയില്ല അതിനെ പറ്റിയിട്ട്. സോ ഇറ്റ് ഈസ് എ കോൾഡ് പാച്ച്. ഇത് എന്താണ്? ഒരു കോൾഡ് പാച്ച് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് located in the south of Iceland and Greenland. ഓക്കെ, സോ അപ്പം ഐസ്ലാൻഡ് സൗത്തിലും ഗ്രീൻലാൻഡുമാണ് നമുക്കത് കാണാനായിട്ട് സാധിക്കാം. സോ ദിസ് കോൾഡ് പാച്ച് വാസ് മോസ്റ്റ് പ്രോമിനന്റ് ഡ്യൂറിംഗ് ദ വിന്റർ ഓഫ് 2014 to 2015. ഏറ്റവും പ്രോമിനന്റ് ആയിരുന്നത് 2014-2017 ഇടയിലാണ്. സോ when the sea surface temperature was about 1.4 degrees Celsius colder than the normal. The Arctic region reportedly warming 4 times faster than the global average, and Iceland's glaciers steadily shrank from 1995 to 2010, losing an average of 11 billion tons of ice per year. So in 2011, how the speed of Iceland's melting slowed, resulting in about half of much ice flows annually, and blue globe has linked to cooler air temperatures over the Iceland glaciers and cooler water. So ഇങ്ങനെ 2011 ശേഷം ഉണ്ടായ ടെമ്പറേച്ചർ അവിടെ കുറയുകയും മെൽറ്റിംഗ് ഓഫ് ഐസ് നിയന്ത്രിക്കാൻ പറ്റുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ബ്ലൂ ഗ്ലോബിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് കരുതുന്നത്. ഓക്കെ, അപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ അറിഞ്ഞിരിക്കുക? ഐസ്ലാൻഡിനും ഗ്രീൻലാൻഡിനും ഇടയിലാണ്. ഓക്കെ, ഐസ്ലാൻഡും ഗ്രീൻലാൻഡും സൗത്ത് ഓഫ് ഐസ്ലാൻഡ് ആൻഡ് ഗ്രീൻലാൻഡ് ആണ്. ഓക്കെ, സോ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ? ടെമ്പറേച്ചർ കുറയ്ക്കാൻ ഇത് സഹായിച്ചു അവിടുത്തെ ആർട്ടിക് ഓഷനിലെ. അതിൻ്റെ ഫലമായിട്ട് അവിടുത്തെ ഐസ് മെൽറ്റ് ചെയ്യുന്നതിൻ്റെ എമൗണ്ട് കുറയ്ക്കാനായിട്ട് സാധിച്ചു. ഓക്കെ, സോ ഹിയർ we can see Arctic Sea. So this is Arctic Sea. This region is called Arctic Sea in between the Greenland, in between the Northern America. We can see what? Arctic Sea. Okay, the northern portion. We have also Russia in the northern portion. So this is Arctic Sea. We have to know about Arctic Sea. Arctic Sea is an important ocean and it is the smallest ocean. Arctic Sea also smallest ocean, and Arctic region, it is located on the northernmost part of the earth. The Arctic region is situated in the northernmost part of the earth. ഭൂമിയുടെ ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടുന്ന ഒരു പ്രദേശമാണ് എന്ത്? Arctic region. Okay, Arctic region, northernmost part of the earth, and also it consists of Arctic Ocean, adjacent seas, parts of Alaska. എന്തൊക്കെ വരുന്നു? Parts of Alaska also found. Parts of Alaska of USA. USAയുടെ അലാസ്ക വരുന്നുണ്ട്. Parts of Alaska, USA, Canada, Finland, Greenland, Iceland, Norway, Russia, Sweden. സോ ഇത്രയും പ്രദേശങ്ങൾ ചുറ്റിക്കിടക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ ആർട്ടിക് റീജിയൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആർട്ടിക് റീജിയൻ കൺസിസ്റ്റ് ഓഫ് പാർട്സ് ഓഫ് അലാസ്ക, കാനഡ, ഫിൻലാൻഡ്, Greenland, Iceland, Norway, Russia and Sweden. Okay, so here another thing give us, it is the most northerly of major circles of latitude as shown is the map. And next was about Arctic Council. Arctic Council കുറിച്ച് UPSC പരീക്ഷയ്ക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. സോ ആർട്ടിക് കൗൺസിലിനെ കുറിച്ച് ഓർത്ത് നോക്കാം. ഇറ്റ് ഈസ് എൻ ഇന്റർ ഗവൺമെന്റ് ബോഡി സെറ്റപ്പ് ഇൻ 1996 by the Ottawa Declaration. ആർട്ടിക് കൗൺസിൽ എന്തുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്? ഒട്ടാവ ഡിക്ലറേഷൻ. ആർട്ടിക് കൗൺസിലിന്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട ഡിക്ലറേഷന്റെ പേരാണ് ഒട്ടാവ ഡിക്ലറേഷൻ. ഓക്കെ, ഒട്ടാവ ഡിക്ലറേഷൻ ആർട്ടിക് കൗൺസിലുമായി ബന്ധപ്പെട്ടത് ഒട്ടാവ ഡിക്ലറേഷൻ. ഇറ്റ് വാസ് ഫോംഡ് ഇൻ 1996, 1996. So to promote cooperation, to promote coordination, to promote interaction among the Arctic states together with the indigenous communities and other Arctic inhabitants. അപ്പോൾ അവിടുത്തെ പ്രദേശത്തെ ആൾക്കാർ തമ്മിൽ ഒരു കോപ്പറേഷൻ ബിൽഡപ്പ് ചെയ്യുക, കോർഡിനേഷൻ ബിൽഡപ്പ് ചെയ്യുക, ഇന്ററാക്ഷൻ ബിൽഡപ്പ് ചെയ്യുക ആൻഡ് വിത്ത് ദ ഇൻഡിജിനസ് കമ്മ്യൂണിറ്റീസ് ആൻഡ് അതർ ഇൻഹാബിറ്റൻസ്. ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഇസ് ഇൻ ട്രോംസോ, നോർവേ. ആർട്ടിക് കൗൺസിലിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഇറ്റ് ഈസ് ഇൻ ട്രോംസോയിലാണ്. ട്രോംസോ, നോർവേയിലെ ട്രോംസോയിലാണ് നമുക്ക് ആർട്ടിക് കൗൺസിലിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആർട്ടിക് കൗൺസിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ആൻഡ് ആർട്ടിക് കൗൺസിൽ. അന്നത്തെ തിങ് വാസ് UPSC asked us thing about the members of the Arctic Council. അപ്പോൾ ആർട്ടിക് കൗൺസിലിലെ മെമ്പേഴ്സിനെ കുറിച്ച് UPSC ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആർട്ടിക് കൗൺസിലിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ്? കാനഡ, ഓക്കെ, കിങ്ഡം ഓഫ് ഡെൻമാർക്ക്, കാനഡയുണ്ട്, ഡെൻമാർക്ക് ഉണ്ട്, ഫിൻലാൻഡ് ഉണ്ട്, ഐസ്ലാൻഡ്, നോർവേ, റഷ്യ, സ്വീഡൻ,
ആൻഡ് USA. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ. ഇന്ത്യക്ക് എന്ത് സ്റ്റാറ്റസ് ആണുള്ളത്? ഒബ്സർവർ സ്റ്റാറ്റസ് ആണുള്ളത്. ഓക്കെ, ഇന്ത്യയുടെ സ്റ്റാറ്റസ് എന്താ ആർട്ടിക് കൗൺസിലിൽ? ഒബ്സർവർ സ്റ്റാറ്റസ്. ഓക്കെ, സോ അപ്പോൾ ആർട്ടിക് കൗൺസിൽ എന്ന് പറയുമ്പോൾ ആർട്ടിക് കൗൺസിൽ കാനഡ, ഡെൻമാർക്ക്, ഫിൻലാൻഡ്, ഐസ്ലാൻഡ്, നോർവേ, റഷ്യ, സ്വീഡൻ, USA. ഇന്ത്യയുടെ ആർട്ടിക് കൗൺസിലിലെ സ്റ്റാൻഡ് എന്താണ്? ഇറ്റ്സ് ഒബ്സർവർ സ്റ്റാറ്റസ് മാത്രമാണ് ഇന്ത്യക്ക് ഉള്ളത്. ഓക്കെ, ഉള്ളത്. Okay, so fine. Here, thing we have to discuss about that. There is an island, Faroe Island. We already discussed about Faroe Islands. അല്ലേ? Faroe Islandsനെ കുറിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. നോർഡിക് നേഷൻസ് പറഞ്ഞപ്പോൾ Faroe Islandനെ and another type of thing was Greenland and Faroe Island. ഇതിനെ ആർട്ടിക് കൗൺസിലിൽ റെപ്രസെന്റ് ചെയ്യുന്ന രാജ്യം ഏതാണെന്ന് ഓർത്തു വെക്കുക. അത് ചിലപ്പോൾ ചോദിച്ചാൽ അങ്ങനെ ഓർക്കണം. ആർട്ടിക് കൗൺസിലിൽ ഫറോ ഐലൻഡ് ആൻഡ് ഗ്രീൻലാൻഡ് റെപ്രസെന്റ് ചെയ്യുന്ന രാജ്യം ഡെൻമാർക്ക് ആണ്. ഓക്കെ, ആരാണ്? ഡെൻമാർക്ക്. ഓക്കെ, ഡെൻമാർക്ക്. ഓക്കെ, ഫറോ ഐലൻഡ്സ് ആൻഡ് ഗ്രീൻലാൻഡിനെ ആർട്ടിക് കൗൺസിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഡെൻമാർക്ക് ആണ്. സോ ഈ ആർട്ടിക് കൗൺസിലിനെ കുറിച്ച് പറയുമ്പോൾ വി ഹാവ് ടു മൂവ് ഓൺ ടു അന്റാർട്ടിക്ക ആൾസോ. സോ അന്റാർട്ടിക്ക വിച്ച് ഈസ് സറൗണ്ടഡ് 2 inlets are here to enter to Antarctica. So Antarctica is the white continent. Antarctica is the white continent and 5th largest continent. ലോകത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ ലാർജസ്റ്റ് കോണ്ടിനെന്റ് ആണ് അന്റാർട്ടിക്ക. It was surrounded by Weddell Sea here and also the Ross Ice Shelf. So Ross Ice Shelf, these are the 2 portions we can enter into Antarctica. So Antarctica entry എന്ന് പറയുന്നത് 2 പ്രധാനപ്പെട്ടതാണ്, 2 inlets ആണ്. So what entry? That is Weddell Sea and Ross Sea. Weddell Sea and Ross Sea. So there are only 2 entrances into Antarctica, that is Weddell Sea and Ross Sea. Okay, Ross Sea. ഇപ്പോൾ 2 എൻട്രി ആണ് നമുക്ക് അന്റാർട്ടിക്കയിലേക്ക് ഉള്ളത്. സോ ഇറ്റ് ഇസ് എ പ്ലാറ്റൂ റീജിയൻ, നോട്ട് എ കോസ്റ്റൽ റീജിയൻ. ദാറ്റ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്. അന്റാർട്ടിക്ക ഇസ് എ പ്ലാറ്റൂ ടൈപ്പ് ഓഫ് റീജിയൻ. ഓക്കെ, ടോപ്പോഗ്രഫിക്കലി ഇറ്റ് ഇസ് എ പ്ലാറ്റൂ റീജിയൻ, നോട്ട് എ കോസ്റ്റൽ റീജിയൻ. ഇപ്പോൾ UPSC അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണെങ്കിൽ നമുക്ക് കോസ്റ്റൽ റീജിയനിലേക്ക് പോകരുത്, നമ്മൾ എന്ത് സ്റ്റിക്ക് ഓൺ ചെയ്യണം? പ്ലാറ്റൂ റീജിയൻ, ബിക്കോസ് അന്റാർട്ടിക്ക ഇസ് എ പ്ലാറ്റൂ റീജിയൻ. അന്റാർട്ടിക്ക എന്ത് റീജിയൻ ആണ്? പ്ലാറ്റൂ റീജിയൻ ആണ്. ഓക്കെ, സൗത്ത് അമേരിക്കയുടെ പോർഷൻ ആയിട്ടുള്ള വെഡൽ സീ വഴി നമുക്ക് എവിടേക്ക് എത്താൻ പറ്റും? നമുക്ക് അന്റാർട്ടിക്കയിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, അന്റാർട്ടിക്ക ഇസ് ഇമ്പോർട്ടൻറ്റ്. സോ ജനറലി another thing we have to do that, അന്റാർട്ടിക്കൻ ഓഷനെ നമ്മൾ സദേൺ ഓഷൻ എന്നാണ് വിളിക്കുക. അപ്പോൾ സദേൺ ഓഷൻ്റെ കുറച്ച് പോർഷൻസ് ഈ ഇടയ്ക്ക് വെച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിമാർക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ വാട്ടേഴ്സ് ദാറ്റ് സറൗണ്ടിങ് അന്റാർട്ടിക്ക out to 60 degrees south latitude, excluding Drake Passage, and Scotia Sea. ഇത് രണ്ടും ഒഴിച്ച് ബാക്കിയെല്ലാം സദേൺ ഓഷൻ ആയിട്ട് കരുതിയിട്ടുണ്ട്. സോ സ്കോഷ്യ സീ ഇസ് എ പാർട്ട് ഓഫ് Atlantic Ocean. So here is Atlantic Ocean. Atlantic Ocean ഒരു പോർഷൻ ആണ് the Scotia Sea. Okay, and also it was Drake Passage is also related to that. അതുകൊണ്ട് ഡ്രേക്ക് പാസേജും സ്കോഷ്യ സീയും ഒഴിച്ചു വരുന്ന ബാക്കിയുള്ള സറൗണ്ടിങ് റീജിയൻസിനാണ് സദേൺ ഓഷൻ ആക്കി എടുത്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, അന്റാർട്ടിക്കയിലേക്ക് ഇന്ത്യൻ ഓഷൻ, അറ്റ്ലാന്റിക് ഓഷൻ ആൻഡ് പസഫിക് ഓഷൻ, ഈ 3 പ്രധാനപ്പെട്ട ഓഷൻസിനും ആരുമായിട്ട് കണക്ഷൻ ഉണ്ട്? അന്റാർട്ടിക്കയുമായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് നമുക്ക് ഈ മാപ്പിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് വാസ് ഇന്ത്യ ഒഫീഷ്യലി അസസ്ഡ് അന്റാർട്ടിക്കൽ ട്രീറ്റി സിസ്റ്റം ഓൺ 1st 1983. അപ്പം അന്റാർട്ടിക്കൻ ട്രീറ്റി സിസ്റ്റം ഇന്ത്യ ഒഫീഷ്യലി അഡോപ്റ്റ് ചെയ്തത് 1983-ലാണ്. ഇന്ത്യ ബിക്കെയിം 15th കൺസൾട്ടീവ് മെമ്പർ ഓഫ് ദ അന്റാർട്ടിക് ട്രീറ്റി. അന്റാർട്ടിക് ട്രീറ്റിയിലെ 15ാമത്തെ കൺസൾട്ടീവ് കൺട്രിയാണ്, മെമ്പറാണ് ആര്? ഇന്ത്യ. സോ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട അന്റാർട്ടിക് മിഷൻസ് കൂടി നമുക്ക് നോക്കാം. ദക്ഷിൺ ഗംഗോത്രി വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ സയന്റിഫിക് റിസർച്ച് ബേസ് സ്റ്റേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ അന്റാർട്ടിക്ക ആസ് പാർട്ട് ഓഫ് ദ ഇന്ത്യൻ അന്റാർട്ടിക് പ്രോഗ്രാം. ഇപ്പോൾ ഇന്ത്യൻ അന്റാർട്ടിക് പ്രോഗ്രാമിന്റെ ഫലമായിട്ട് ആദ്യമായിട്ട് ഇന്ത്യ അന്റാർട്ടിക്കയിൽ കൊണ്ടുവന്ന സയന്റിഫിക് റിസർച്ച് സെന്ററിന്റെ പേര് ദക്ഷിൺ ഗംഗോത്രി എന്നാണ്. Located at a distance of 2,500 km from the South Pole, it was established during 3rd Indian expedition to Antarctica 1983 to 84. Okay, so this was the first time Indian team spent a winter Antarctica to carry out scientific work and vacation. So ഇത്ര കാര്യങ്ങൾ ഓർത്ത് നോക്കുക. ദക്ഷിൺ ഗംഗോത്രി don't mug up all these things. And Maitri is the second permanent research center station in Antarctica, built and finished in 1983. അപ്പോൾ ദക്ഷിൺ ഗംഗോത്രിക്ക് ശേഷമാണ് മൈത്രി വരുന്നത്.
Maitri is situated on the Rocky Mountain region called Shirmakar Oasis and built in a freshwater around Maitri known as Lake Priyadarshini. Okay, India also built a freshwater lake around Maitri. Maitri chuttum India oru freshwater lake build ചെയ്തിട്ടുണ്ട്. അതിന്റെ പേര് എന്താണ്? Lake Priyadarshini എന്നാണ്. Okay, Lake Priyadarshini. And Bharati is the latest research station opened in 2012 and it has been constructed to help researchers in safely despite in harsh weather. And India's committed research facility and is located about 3,000 kilometers east of Maitri. Bharati made India an elite member in the club of 9 stations that have multiple stations in the region. അപ്പോൾ ഭാരതിയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു 2012 എസ്റ്റാബ്ലിഷ് ചെയ്ത അന്റാർട്ടിക് പ്രോഗ്രാമാണ് ഭാരതി. And next is Sagar Nidhi. In 2008, India commissioned Sagar Nidhi, the pride of Indian National Institute of Ocean Technology for Research, an ice class vessel. It cut through thin ice of 40 centimeter depth and first Indian vessel to navigate Antarctic waters. ഇപ്പോൾ ഇന്ത്യയിലെ അന്റാർട്ടിക് വാട്ടറിൽ വെസൽ യാത്ര നടത്തുന്ന ഒരു വെസൽ അല്ലെങ്കിൽ ഐസ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് സാഗർ നിധി. ഇറ്റ്സ് ഓഷൻ എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക് അബൌട്ട് തായ്വാൻ. സോ വി ക്യാൻ സി this is Taiwan. Taipei is the capital of Taiwan. So this is China. Wuhan, you can see Wuhan here. So this is Myanmar, Bhutan. Okay, from you can see this is Patna. Moving from here to here. So moving from here to here, we can see India. Okay, here to here, India. Okay, so this is India. So we have to discuss from Taipei to China issue. അപ്പോൾ എന്താണ് തായ്പേ ചൈന ഇഷ്യൂ എന്നാണ് ഓർക്കേണ്ടത്. So there is a passage in between here. This is Park Strait. So from the issue is between Taiwan and China. So China is making a statement that they need Taiwan. So Taiwan is recently news due to Taiwan is in news due to China and USA conflict. China and USA conflict due to the claim of Taiwan. അപ്പോൾ തായ്വാൻ്റെ ക്ലെയിമിന് വേണ്ടിയിട്ട് ചൈനയും യു എസും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഇത് ന്യൂസിൽ വരാൻ കാരണം. സോ അബൌട്ട് തായ്വാൻ. സോ വാട്ട് ഈസ് തായ്വാൻ? സോ തായ്വാൻ ഹാസ് ബീൻ ഗവേൺഡ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ചൈന സിൻസ് 1949. 1949 തൊട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് തായ്വാൻ്റെ ഭരണം നടത്തുന്നത്. പക്ഷേ ചൈന എന്താണ് ഗവേൺ ചെയ്യുന്ന ചൈനയാണെങ്കിലും അവർക്കൊരു ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റം അവിടെ ഉണ്ട്. ചൈനാസ് യൂസ് ദ ഐലൻഡ് വാസ് എ പാർട്ട് ഓഫ് ഇറ്റ്സ് ടെറിട്ടറി. സോ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ചൈന ഉപദേശം കൊടുക്കാറുണ്ടെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ടെറിട്ടറി ആയിട്ട് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഗവൺമെന്റ് നടത്തുന്ന തായ്വാൻ ചൈനീസ് ടെറിട്ടറിയിലാണെന്നാണ് ആരുടെ വാദം? നമ്മുടെ ചൈനയുടെ വാദം. സോ ദിസ് ഈസ് ദ പ്രോബ്ലം. ആൻഡ് തായ്വാൻ ഈസ് ഒഫീഷ്യലി നോൺ ആസ് ദ റിപ്പബ്ലിക് ഓഫ് തായ്വാൻ സെപ്പറേറ്റഡ് ഫ്രം ചൈന ബൈ തായ്വാൻ സ്ട്രേറ്റ്. ഇപ്പോൾ തായ്വാൻ സെപ്പറേറ്റ് ചെയ്യുന്നത് തായ്വാൻ സ്ട്രേറ്റ് ആണ്. തായ്വാൻ സ്ട്രേറ്റ് ആണ്. സോ യു ക്യാൻ സീ ഇൻ ദിസ് മാപ്പ്, ദിസ് ഈസ് തായ്വാൻ സ്ട്രേറ്റ്. There is a small amount called Taiwan Strait here. അപ്പോൾ തായ്വാൻ സ്ട്രേറ്റ് ആണ്. ഇപ്പോൾ എന്താണ് ഈ തായ്വാൻ സ്ട്രേറ്റ് എന്ന് കൂടി നോക്കാം. തായ്വാൻ സ്ട്രേറ്റ് ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് പ്ലേസസ് ഇൻ ദ വേൾഡ്. ഓക്കെ, തായ്വാൻ സ്ട്രേറ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് ഡേഞ്ചറസ് പ്ലേസസ് ഇൻ ദ വേൾഡ് ആണ്. മോസ്റ്റ് ഡേഞ്ചറസ് പ്ലേസസ് ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും അപകടകരമായിട്ടുള്ള സ്ഥലമാണിത് തായ്വാൻ സ്ട്രേറ്റ് എന്ന് വിളിക്കുന്നത്. സോ ആൾസോ ഇറ്റ് ഈസ് നോൺ ആസ് ബ്ലാക്ക് ബിച്ച്. അതുകൊണ്ട് ഇതിനെ എന്തെന്ന് അറിയപ്പെടുന്നുണ്ട്? ബ്ലാക്ക് ഡിച്ച് എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, സോ ബ്ലാക്ക് ഡിച്ച് എന്നറിയപ്പെടുന്നത് തായ്വാൻ സ്ട്രേറ്റ് ആണ്. തായ്വാൻ സ്ട്രേറ്റിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ബ്ലാക്ക് ഡിച്ച് എന്ന് വിളിക്കാം. അറൌണ്ട് ഫീച്ചേഴ്സ് ആൻഡ് റീജിയൻസ് വുഡ് ബി മാപ്പ്. സോ this around regions there should be so important places, resources which could be mapped by whom? Which can be mapped by China. So China ഈ പ്രദേശങ്ങളൊക്കെ മാപ്പ് ചെയ്യുന്നു എന്തിനു വേണ്ടിയിട്ടാണ്? For extracting resources from Taiwan. So they also says that this Taiwan is a part of Chinese territory. This created a conflict between China and USA, and this is become unimportant in news. So the Taiwan Strait is in border between China and Taiwan, and Taiwan Strait is known as the most dangerous places in the world, and also it is known as Black Ditch,
and the Taiwan Strait, which created so many problems in between China and USA. So moving on to the next, we can see so many Ukraine here. We can see Romania here. We can see Hungary here, Slovakia. But our important is between Ukraine and Russia. The issue between Ukraine and Russia. So we have to know about the boundaries of Ukraine and Russia. It is important for UPSC prelims. So Ukraine and Russia. So what is important? Ukraine is the second largest country in Europe. യൂറോപ്പിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യമാണ് ആര്? Ukraine. It's the second largest country in Europe, and it was surrounded by Ukraine was surrounded by Belarus. You can see Belarus here, Belarus, and Hungary. You can see Hungary here, and Russia. Russia is in the northern portion, and Slovakia here, and Poland. You can see Poland here. Okay, this is Poland, and you can see Romania here, and you can see Moldova here. So these are the major neighboring countries of Ukraine. അപ്പം ഈ യുക്രൈൻ്റെ ബൗണ്ടറീസ് ആയിട്ട് വരുന്ന രാജ്യങ്ങളുടെ പേര് നിങ്ങൾ പഠിച്ചു വെക്കണം. ദിസ് ഇസ് റഷ്യ. ഓക്കെ, സോ പോളണ്ട്, സ്ലോവക്കിയ, ഹംഗറി, റൊമേനിയ, മോൾഡോവ, ബെലാറസ് ആൻഡ് റഷ്യ. സോ ദീസ് ആർ ദ മേജർ നെയ്ബറിംഗ് കൺട്രീസ് ഓഫ് ഉക്രൈൻ. ഇപ്പോൾ ഉക്രൈൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നെയ്ബറിംഗ് കൺട്രീസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പോളണ്ട് ഉണ്ട്, സ്ലോവക്കിയ ഉണ്ട്, ഹംഗറി ഉണ്ട്, റൊമേനിയ ഉണ്ട്, മോൾഡോവ ഉണ്ട്, ബെലാറസ് ഉണ്ട്, ആൻഡ് റഷ്യ. Okay, so there is a river called Dnipro. Another river which is recently news is called Dnipro River. Dnipro River which is flowing through Russia, Belarus and Ukraine. ഇപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങളിലൂടെ ഒഴുകുന്നത് കൊണ്ടാണ് ഇത് എന്ത് ചെയ്തത് ന്യൂസിൽ വന്നത്. ഉക്രൈൻ മൂന്ന് രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട ഒരു നദിയുണ്ട്, നിംബ്രു റിവർ. സോ നിംബ്രു റിവർ which is flowing through Ukraine, Russia and Belarus. അപ്പോൾ ഈ റിവറിന്റെ പേരൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ, ഇതിലേക്കൂടെ ഒഴുകുന്നു ഓർത്ത് വെക്കണം. നിംബ്രു റിവർ വിച്ച് ഇസ് ഫ്ലോയിങ് ത്രൂ റഷ്യ, ബെലാറസ് ആൻഡ് ഉക്രൈൻ. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദാറ്റ് റഷ്യൻ ബോർഡർ. നെക്സ്റ്റ് അപ്പോൾ നമ്മൾ ഉക്രൈൻ ബോർഡർ നോക്കി. നെക്സ്റ്റ് വാസ് റഷ്യൻ ബോർഡർ. So Russian border is a very large border because Russia is the largest country in the world. Okay, so Russia is bordered by 14 countries. എത്ര രാജ്യങ്ങളുമായിട്ടാണ് റഷ്യ ബൗണ്ടറി പങ്കിടുന്നത്? 14 countries. We shouldn't bug up all this name of 14 countries. So it has maritime border. അത് important ആണ്, അത് ഓർത്ത് വെക്കണം. Russia has maritime borders. Russia has maritime borders with Japan, with Sweden, with Turkey, with US. അപ്പോൾ ഇങ്ങനെ 4 രാജ്യങ്ങളുമായിട്ട് ആർക്ക് ബൗണ്ടറി ഉണ്ട്? maritime borders with Japan, maritime borders with Sweden, maritime borders with Turkey, and maritime borders with US. Okay, so there is a strait called Bering Strait. You have to know about Bering Strait. So Bering Strait is a strait which divides USA and Russia. ആരൊക്കെ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നു? USA, റഷ്യ ആൻഡ് USA. റഷ്യ USAയിൽ നിന്നും ബോർഡറിങ് അല്ലെങ്കിൽ അതിന്റെ ബോർഡർ റീജിയൻ ആയിട്ട് കാണുന്ന ഒരു സ്ഥലമുണ്ട്, അതിന്റെ പേര് സ്ട്രേറ്റ് ഉണ്ട്. സ്ട്രേറ്റിന്റെ പേര് എന്താണ്? ബെറിംഗ് സ്ട്രേറ്റ് എന്നാണ്. ഓക്കെ, ബെറിംഗ് സ്ട്രേറ്റ് ഇസ് എ സ്ട്രേറ്റ് ബിറ്റ്വീൻ റഷ്യ ആൻഡ് USA. ഓക്കെ, സോ അപ്പോൾ റഷ്യൻ ബോർഡർ, റഷ്യ 14 കൺട്രീസുമായിട്ട് ബോർഡർ പങ്കിടുന്നു. മെറിറ്റൈം ബോർഡേഴ്സ് ജപ്പാൻ, സ്വീഡൻ, തുർക്കി, US. Bering Strait between Russia and USA. Okay, so moving on to the next an important thing which recently news is about Sea of Marmara. Sea of Marmara. This is Sea of Marmara. So Sea of Marmara is a sea, is an inland sea in Turkey. എവിടുത്തെ ഒരു ഇൻലാൻഡ് സീ ആണ് Sea of Marmara? Sea of Marmara is a inland sea of Turkey. തുർക്കിയിലെ ഒരു ഇൻലാൻഡ് സീയുടെ പേരാണെന്ത്? Sea of Marmara. Okay, it separates Turkey, Asian and European countries. തുർക്കിയെ ഏഷ്യൻ കൺട്രീസിൽ നിന്നും യൂറോപ്യൻ കൺട്രീസിൽ നിന്നും, ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഡിവൈഡ് ചെയ്യുന്നത് ആരാണ്? You can see this picture. So this is Europe, this is Asia. ഇപ്പോൾ ഏഷ്യയിൽ നിന്ന് യൂറോപ്പിൽ നിന്നും ഡിവൈഡ് ചെയ്യുന്നത് Sea of Marmara ആണ്. So it's connected to the Baltic Sea. So Baltic Sea-യുമായിട്ട് ഇതിന് കണക്ഷൻ ഉണ്ട്. So this is we can see in slow. But okay, so Baltic Sea had connection by the Bosphorus Strait and the Aegean Sea by the Dardanelles Strait.
So you don't try to mug up all these things. So named after Marmara Island, Turkey's largest island. So Turkey's largest island is Marmara. Okay, largest island is Marmara. So our largest island is Marmara. Sea of Marmara. Okay, Sea of Marmara. You have to know about Sea of Marmara also. Next, we have to go to another thing. That is the Caspian Sea. Another thing which is recently in news. Okay, Afghan issues are recently in news. Okay, the politics of Tehran, politics of Iran, Turkmenistan, Azerbaijan, and Azerbaijan is is in the 2021 news. The issues or the civil issues found there. So we have to discuss about Caspian Sea also. So what is how about Caspian Sea? So Caspian Sea is a sea which is surrounded by Russia, surrounded by Azerbaijan, surrounded by Turkmenistan, surrounded by Iran. Okay, these four regions, and Kazakhstan also. Another called Kazakhstan. So here we have to know that it was surrounded by Caspian Sea was surrounded by Russia, Azerbaijan, Turkmenistan, Iran, and Kazakhstan. Okay, so it is an endoric basin. Characteristics: endoric basin. Okay, Caspian Sea is an endoric basin. There is no outland flow. Outward flow illa. No outward flow. Outward flow illatta basins inana nammal endu vilikka endoric basin. It is an endoric basin and it is the world largest inland island. Okay, it is the world largest inland water body. It is the world largest inland water body. ലോകത്തിലെ ഏറ്റവും വലിയ ഇൻലാൻഡ് വാട്ടർ ബോഡിയാണ് ഇത് കാസ്പിയൻ സീ. ഇറ്റ് ഇസ് ദ വേൾഡ് ലാർജസ്റ്റ് ഇൻലാൻഡ് വാട്ടർ ബോഡി. It is the world's largest inland water body. Okay, so this summer 4 rivers are mainly draining. That is one river, Volga, is another important thing. Which are the major rivers which are blowing? One river, that is the Volga river which is blowing. Okay, Volga river, Ural river which is blowing. Okay, Ural river and Kura river which is blowing, and Tarak river which is flowing. So there are 4 rivers which are blowing. Okay, 4 rivers which are blowing. Which are the 4 rivers which are blowing? One was the Volga, one was the Ural, one was the Kura, and one was the Tarak. 4 rivers are blowing into Caspian Sea. So we have to discuss about another sea, that is the Black Sea. So there is a sea which you can see here. That is the Baltic Sea. So Baltic Sea is also important because not Baltic Sea, Black Sea. Black Sea is also important because due to the problem between the regions which are situated in between Turkey, Turkey and the region of Turkey and the region of between Greece, Turkey, and also the issues of Ukraine and Russia, Black Sea become in news. So also why in news? The most important thing, why Black Sea in news? Russian naval forces continue to blockade the Ukrainian coast on the Black Sea and Sea of Azov, preventing the resupply by sea. Ukraine supply kittadirikkan Black Sea coast of the Ukraine ആര് ബ്ലോക്ക് ചെയ്തു? റഷ്യ ബ്ലോക്ക് ചെയ്തു. This is the another thing why in Black Sea news. Okay, so the countries which are surrounding Black Sea are Georgia, Ukraine, Russia, Romania, Bulgaria, and Turkey. So these are the countries. These are the 6 countries which are surrounding the Black Sea. That is Georgia, Ukraine, Russia, Romania, Bulgaria, and Turkey. So these 6 nations, you have to know about 6 nations which are surrounding the Black Sea. They are Georgia, Ukraine, Russia, Romania, Bulgaria, and Turkey. So there are so many rivers which are draining into the or entering into the Black Sea. They are Danube, another major river in Europe. Danube is draining into Black Sea, and another river which we discussed about that was Dnipro. The Dnipro river is also draining. Dnipro, which is blowing through Russia, Ukraine, and Belarus, and also these 2 rivers. So you have to know about these 2 rivers, Danube and Dnipro. So Dnipro is very important because Dnipro is flowing through Russia, flowing through Ukraine, and flowing through Belarus. So Danube and Dnipro are draining into Black Sea. Okay, so Black Sea is a region, is a sea which is surrounded by Georgia, surrounded by Ukraine, surrounded by Russia, surrounded by Romania, Bulgaria, and Turkey. So there are 2 rivers which are draining into Danube, and Dnipro. Okay, Danube and Dnipro. Okay, Danube and Dnipro are the 2 rivers which are blowing. Okay, so that's all about Black Sea. So we have discussed
so many features based on the map analysis മാപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. So that's all about this current this session we discussed on the base of the map the current events which are related and there should be a chance of asking it in prelims 2022. That's all about today. We are winding up. Thank you.